ഹായ് ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് കെയർ. നമ്മൾ ദേഷ്യം വരുമ്പോഴൊക്കെ പറയാറുണ്ട് അല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ നീ എൻ്റെ വില മനസ്സിലാക്കും, അല്ലെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് നീ ഇതോർത്ത് ദുഃഖിക്കും എന്നൊക്കെ. അപ്പം ദേഷ്യം വരുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ വെല്ലുവിളിക്കാനൊക്കെ പറയുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞ് സ്പീക്കിംഗ് സ്ട്രക്ചറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, സൂണർ ഓർ ലേറ്റർ. ഒരു എക്സാമ്പിൾ നോക്കിയാലോ. Sooner or later you will realize your mistake. ഇന്നല്ലെങ്കിൽ നാളെ നീ നിന്റെ തെറ്റ് മനസ്സിലാക്കും. Sooner or later you will regret. ഇന്നല്ലെങ്കിൽ നാളെ നീ എന്ത് ചെയ്യും? റിഗ്രറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് ഒരു തെറ്റ് ചെയ്തു, പക്ഷേ ആൾ ചെയ്തത് തെറ്റാണെന്ന് ആൾ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൊളീഗ്, അപ്പോൾ നിങ്ങൾക്ക് ആളെ നോക്കിയിട്ട് പറയാം, സൂണർ ഓർ ലേറ്റർ യു വിൽ റിയലൈസ് യുവർ മിസ്റ്റേക്ക്. ഇന്നല്ലെങ്കിൽ നാളെ നീ നിന്റെ മിസ്റ്റേക്ക് മനസ്സിലാക്കും. നമുക്ക് ഒരാളോട് ഇന്നല്ലെങ്കിൽ നാളെ ഒരു കാര്യം നടക്കും എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. സൂണർ ഓർ ലേറ്റർ യു വിൽ അണ്ടർസ്റ്റാൻഡ് മൈ പ്രോബ്ലം. ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് എൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാകും, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നീ ആ പ്രശ്നത്തെക്കുറിച്ച് മനസ്സിലാക്കും. ഇങ്ങനെ പല സാഹചര്യങ്ങളിൽ ഇത് നെഗറ്റീവ് സെൻസിലും യൂസ് ചെയ്യാം, പോസിറ്റീവ് സെൻസിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു പോസിറ്റീവ് സെൻസിൽ പറയാനാണെങ്കിൽ സൂണർ ഓർ ലേറ്റർ ഐ വിൽ ഗോ ടു അമേരിക്ക. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അമേരിക്കയിൽ പോകും. സൂണർ ഓർ ലേറ്റർ ഐ വിൽ കംപ്ലീറ്റ് ദിസ് പ്രൊജക്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ പ്രൊജക്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ചൊരു സമയത്തിനുള്ളിൽ പിന്നീട് ഞാൻ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും. ഇതിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എന്ന് യൂസ് ചെയ്യണം നിർബന്ധമില്ല. ഇതൊരു കൊളോക്കിയൽ സ്റ്റൈൽ പറഞ്ഞതാണ്. ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അതായത് ഒരു കാര്യം നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് പിന്നീട് കംപ്ലീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ. ഇത് നമുക്കൊരു കോൺവെർസേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ടെക്നിക്കാണ്, ഒരു സ്പീക്കിംഗ് സ്ട്രക്ചറാണ്. ഇന്നല്ലെങ്കിൽ നാളെ നീ ഇതിനെക്കുറിച്ച് പഠിക്കും എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? കോമെന്റ് ബിലോ.